ഇന്ന് മൂന്നാർ കേറ്ററിംഗ് കോളേജ്. ജേർണലിസം പഠനത്തെക്കുറിച്ച് ശ്രീ BS വാര്യർ. MG യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനുള്ള ഹോട്ടൽ മാനേജ്മെന്റ് കേറ്ററിംഗ് കോഴ്സുകൾ പഠിക്കാൻ അവസരമൊരുക്കുകയാണ് മൂന്നാർ കേറ്ററിംഗ് കോളേജ്. മധ്യ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് മൂന്നാർ കേറ്ററിംഗ് കോളേജ്. ഇന്ന് കരിയർ ഗുരുവിലൂടെ നമുക്ക് അടുത്തറിയാം മൂന്നാർ കേറ്ററിംഗ് കോളേജ്. പ്ലസ് ടു പഠിച്ചിറങ്ങിയ ഞങ്ങൾ ജോലി സാധ്യതകളേറെയുള്ള കോഴ്സാണ് തേടുന്നതെങ്കിൽ മൂന്നാർ കേറ്ററിംഗ് കോളേജിനെ തിരഞ്ഞെടുക്കാം. കാറ്ററിംഗ് ഹൗസ് കീപ്പിംഗ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ സ്ഥാപനം മികച്ച പരിശീലനവും മികച്ച ജോലിയും വാഗ്ദാനം ചെയ്യുന്നു. ഹോട്ടൽ, ട്രാവൽ, ടൂറിസം, വ്യോമയാന മേഖലകൾ അണിനിരക്കുന്ന ഹോസ്പിറ്റാലിറ്റി വ്യവസായ രംഗത്ത് പ്രഗത്ഭരായ ഒരു കൂട്ടം പ്രൊഫഷണലുകളെ അണിനിരത്തുകയാണ് മൂന്നാർ കാറ്ററിംഗ് കോളേജിന്റെ പ്രഥമ ലക്ഷ്യം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിൽ സ്ഥാപിക്കണമെന്ന തച്ചങ്കരി ഫൗണ്ടേഷന്റെ നിശ്ചയദാർഢ്യമാണ് മൂന്നാർ കാറ്ററിംഗ് കോളേജിന്റെ പിറവിക്ക് കാരണമായത്. വിദ്യാഭ്യാസ രംഗത്ത് മികവിന്റെ പര്യായമായ റോയൽ ഗ്രൂപ്പിന്റെ ചിറകിൻ കീഴിൽ MCC മികവിന്റെ പടവുകൾ കീഴടക്കി. കേരളത്തിലെ പ്രഥമ സ്വാശ്രയ ഹോസ്പിറ്റാലിറ്റി വിദ്യാഭ്യാസ സ്ഥാപനമെന്ന വിശേഷണവും MCCക്ക് സ്വന്തം. കോടമഞ്ഞ് കുടനിവർത്തുന്ന മൂന്നാറിന്റെ വശ്യ സൗന്ദര്യത്തിന് ഒത്ത നടുവിലായി സൂര്യനെല്ലിയിലാണ് വിശാലമായ കോളേജ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. കെട്ടിലും മട്ടിലും മാത്രമല്ല, പഠന രീതികളിലും ഇവിടെ അന്താരാഷ്ട്ര നിലവാരം കാത്തുസൂക്ഷിക്കുന്നു. നക്ഷത്ര ഹോട്ടലുകളിൽ ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും പ്രായോഗിക പരിശീലനത്തിനായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പസിലെ ഹൈടെക് സൗകര്യങ്ങളിലേക്ക് കണ്ണോടിക്കും മുൻപ് MCC നൽകുന്ന കോഴ്സുകൾ പരിചയപ്പെടാം. പ്ലസ് ടുവോ തത്തുല്യ പരീക്ഷയോ പാസ്സായവർക്ക് 3 വർഷത്തെ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളാണ് ക്യാമ്പസിൽ നിലവിലുള്ളത്. BSc ഡിഗ്രി ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, BSc ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ്, ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി DHMCT. ഹോസ്പിറ്റാലിറ്റി രംഗത്തോട് താൽപര്യമുള്ള 10ാം ക്ലാസ് പാസ്സായവരും നിരാശപ്പെടേണ്ടതില്ല. അവർക്കുള്ള ഡിപ്ലോമ കോഴ്സുകളും ക്യാമ്പസിലുണ്ട്. ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകൾ ഇവയാണ്: ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടൂറിസം, ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ കുക്കറി. ഇതിനു പുറമെ UAEയിലെ എമിറേറ്റ്സ് MCC യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നടത്തിവരുന്ന ട്വിന്നിംഗ് പ്രോഗ്രാം അനുസരിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ബിരുദ പഠനം ഇന്ത്യയിലും വിദേശത്തുമായി പൂർത്തീകരിക്കാനും അവസരം ലഭിക്കും. നമ്മളിപ്പം മൂന്നാർ കേറ്ററിംഗ് കോളേജിൻ്റെ സെയിം ക്യാമ്പസിൽ തന്നെ കോട്ടയം MG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് ചെയ്തിട്ട് മൗണ്ട് റോയൽ കോളേജ് എന്ന് പറഞ്ഞ് ഒരു ന്യൂ ജനറേഷൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങി. അവിടെ ന്യൂ ജനറേഷൻ കോഴ്സസ് ആണ്. ഒന്ന് BCom ടാക്സ് ആൻഡ് ഫൈനാൻസ് ഉണ്ട്, BCom ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. അതുകൂടാണ്ട് BSc ഇൻ കലിനറി ആർട്സ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി, BSc ഇൻ കലിനറി ആർട്സ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജി ഫുൾ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. MG യൂണിവേഴ്സിറ്റിയിൽ മൗണ്ട് റോയൽ കോളേജിൽ മാത്രമേ പ്രോഗ്രാമുള്ളൂ. വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സാണ്. നോർമലി അത് കഴിഞ്ഞിട്ട് ഷെഫായിട്ടൊക്കെ ജോലി കിട്ടും. അതുകൂടാണ്ട് ഈ വർഷം MSc ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ടൂറിസം, അത് കേരളത്തിൽ വേറെ ഒരു യൂണിവേഴ്സിറ്റി ആ പ്രോഗ്രാം നടത്തുന്നില്ല, MG യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അത് തന്നെ മൗണ്ട് റോയൽ കോളേജിൽ മാത്രമേ MSc ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ടൂറിസം ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് മികച്ച രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്നതിനായി അതിനൂതന സംവിധാനത്തോടു കൂടി ഒരു അടുക്കള ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തയ്യാറാക്കിയ ഭക്ഷണം അതിഥികൾക്ക് വിളമ്പുന്നതെങ്ങനെയെന്ന് പരിശീലിക്കാൻ തയ്യാറാക്കിയ റെസ്റ്റോറന്റും കഫറ്റീരിയയും കോളേജിന്റെ മറ്റു സവിശേഷതകളാണ്.
പ്രായോഗിക പരിശീലനത്തിനുള്ള അടുക്കളകൾ 3ആയി വിഭജിച്ചിരിക്കുന്നു. പാചക മികവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നൂതന സംവിധാനങ്ങളുള്ള അടുക്കളകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പ്രൊമോഷൻ ലഭിക്കും. ഫൈവ് സ്റ്റാർ ഹോട്ടലുകളെ അനുസ്മരിപ്പിക്കും വിധം റെസ്റ്റോറന്റും ബാറും കഫറ്റീരിയയും ഒരുക്കിയിട്ടുള്ളത് വിദ്യാർത്ഥികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചാണ്. വിദ്യാർത്ഥികളെ ഒരു കൂട്ടം പ്രൊഫഷണലുകളായി വാർത്തെടുക്കാൻ പര്യാപ്തമായ പ്രഗത്ഭരായ അധ്യാപകരും മൂന്നാർ കാറ്ററിംഗ് കോളേജിന് മാത്രം അവകാശപ്പെടാവുന്നതാണ്. കമ്പ്യൂട്ടർ ലാബ്, ഹൌസ് കീപ്പിംഗ് ലാബ്, ലൈബ്രറി എന്നിവയെല്ലാം ഉന്നത നിലവാരം പുലർത്തുന്നു. പുതുതലമുറയിലെ വിദ്യാർത്ഥികളുടെ താൽപര്യമനുസരിച്ച് കാലാനുസൃതമായ പരിഷ്കാരങ്ങളും കോളേജ് ക്യാമ്പസ് കൈക്കൊള്ളുന്നു. രണ്ട് സമ്പൂർണ്ണ വൈഫൈ ക്യാമ്പസായ മൂന്നാർ കാറ്ററിംഗ് കോളേജ് സമ്പൂർണ്ണ ലഹരിമുക്ത റാഗിംഗ് രഹിത ക്യാമ്പസ് എന്ന ബഹുമതിക്കും അർഹരാണ്. പ്രായോഗിക പരിശീലനം മാത്രമല്ല, പുതുതായി പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥിയുടെ വ്യക്തിഗതവും തൊഴിൽപരവുമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ സ്പെഷ്യൽ പ്രോഗ്രാമുകളും ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട്. ബഡ്ഡി സിസ്റ്റവും അച്ചീവേഴ്സ് ഗിൽഡും ഇത്തരത്തിലുള്ളതാണ്. കോളേജിൽ പുതിയതായി എത്തുന്ന ഓരോ വിദ്യാർത്ഥിക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങളും അവസരവും നൽകാൻ ഒരു അധ്യാപകന്റെ നിയന്ത്രണത്തിൽ 2 സീനിയർ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്തുന്നതാണ് ബഡ്ഡി സിസ്റ്റം. വിദ്യാർത്ഥികളുടെ കഴിവും പ്രാപ്തിയും മനസ്സിലാക്കി അവരെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവരിലെ അറിവും കാര്യശേഷിയും വളർത്തുന്ന പ്രക്രിയയാണ് അച്ചീവേഴ്സ് ഗിൽഡ്. മികവിനനുസരിച്ച് ഉയർന്ന ഗ്രൂപ്പിലേക്ക് കയറ്റം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ജോലി സാധ്യതയും മികച്ച അവസരങ്ങളും ലഭ്യമാകും. %100 പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് മൂന്നാർ കാറ്ററിംഗ് കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കുന്നത്. കോളേജിലെ ചിട്ടയായ പാഠ്യരീതിയും മറ്റെങ്ങുമില്ലാത്ത പരിശീലന സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് തുണയാകുന്നു. ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രമുഖ ബ്രാൻഡുകൾ മത്സരിക്കുന്ന ഹോസ്പിറ്റാലിറ്റി വ്യവസായ രംഗത്ത് വമ്പിച്ച സ്വീകാര്യതയാണുള്ളത്. പ്ലേസ്മെന്റ് ഞങ്ങൾ ക്യാമ്പസിൽ നിന്ന് തന്നെ ചെയ്യാണ്. കാരണം അത്രയേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്ന് നിലവിൽ. അതായത് ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര വൈഡായിട്ടിരിക്കുന്ന, ഓരോ വർഷവും വൈഡായിട്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം ഒരു കുട്ടി ഇവിടുന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ തന്നെ മേജർ ഹോട്ടൽസിലാണ് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഞങ്ങളുടെ മൂന്നാർ കാറ്ററിംഗ് കോളേജിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് ഞങ്ങളുടെ റാസൽ കൈമ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ കോളേജിൽ നമുക്കിപ്പോൾ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ ഞങ്ങളുടെ കോളേജിൻ്റെ പേര് എമിറേറ്റ്സ് മൂന്നാർ കാറ്ററിംഗ് കോളേജ് എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് കോളേജ് ഉള്ളതുകൊണ്ട് അവിടുന്ന് ദുബൈയിൽ നിന്ന് തന്നെ കുറേ ഹോട്ടലിയേഴ്സ് ഇപ്പോൾ മൂന്നാർ കാറ്ററിംഗ് കോളേജ് വന്നിട്ടാണ് നമുക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഹോട്ടൽ മെയ്താൻ, ഹോട്ടൽ ഹിൽട്ടൺ പോലുള്ള മേജർ ഹോട്ടൽസ് ഇവിടെ നിന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി തന്നെ കുട്ടികളെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഹൈലൈറ്റ്സുകളാണ്. ഇത്രയും എത്ര കുട്ടികളുണ്ടെങ്കിലും ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെയും നാഷണൽ കൌൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുടെയും സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ കാര്യാലയത്തിന്റെയും പൂർണ്ണ അംഗീകാരവും മൂന്നാർ കാറ്ററിംഗ് കോളേജിന് ലഭിച്ചിട്ടുണ്ട്. മൂന്നാർ കാറ്ററിംഗ് കോളേജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സന്ദർശിക്കുക www.moonarcateringcollege.edu.in. പഠനകാലത്ത് തന്നെ വിദേശത്തെ പ്രമുഖ ഹോട്ടലുകളിൽ പരിശീലനമൊരുക്കി വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ മൂന്നാർ കാറ്ററിംഗ് കോളേജ് അവസരമൊരുക്കുന്നു. ഏറ്റവും മികച്ച ജോലി സാധ്യതയുള്ള വിദ്യാഭ്യാസ കോഴ്സുകളെ കുറിച്ചുള്ള വിദ്യാഭ്യാസ സർവേകളിൽ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ ഒന്നിൽ ഉൾപ്പെടുന്നതാണ് ജേർണലിസം കോഴ്സ്.
ദൃശ്യമാധ്യമ രംഗത്തും പത്രമാധ്യമ രംഗത്തും ഒരുപോലെ തൊഴിലവസരങ്ങളുണ്ട് ജേർണലിസം വിദ്യാർത്ഥികൾക്ക്. ജേർണലിസം പഠിച്ച വിദ്യാർത്ഥികൾക്കുള്ള മികച്ച തൊഴിലവസരങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നു കരിയർ വിദഗ്ധൻ ശ്രീ BS വാര്യർ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മേഖലയാണ് മാധ്യമപ്രവർത്തന രംഗമെന്ന് പറയുന്നത്. ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെ ഈ മേഖലയിലേക്ക് വരണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഈ കോഴ്സുകളുള്ള ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അല്ല, ദിനപത്രമില്ലാതെ ഒരു മലയാളിയുടെ പ്രഭാതം പൂർണ്ണമാവുകയില്ല എന്ന് പറയുന്നു. പലയിടത്തും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ വായിക്കുന്നവരുണ്ടെന്നൊക്കെ പറയും. ഇതൊക്കെ ഉണ്ടെങ്കിലും അച്ചടിച്ച് ഒരു പത്രം കൈ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ നമ്മൾ കാണുന്നു. അതിൻ്റേതായ വിലയുണ്ട്, അതിൻ്റെ പ്രാധാന്യമുണ്ട്, അതിനൊരു സംശയമില്ല. അപ്പോൾ ഈ ചാനലിലെ സാധ്യത എത്രയോ ദിനപത്രങ്ങളുണ്ട്. ഇന്ത്യയിൽ 850ഓളം TV ചാനലുകളുണ്ട്. എല്ലാ ന്യൂസ് ചാനലിലും ചാനൽ ധാരാളമുണ്ട്. അപ്പോൾ അത്രയും ചാനലുകളൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ജേർണലിസം ഒരൊറ്റ വിഷയമല്ല വാസ്തവത്തിൽ. പഠിക്കാൻ പോയാൽ ജേർണലിസത്തിനോടൊപ്പം തന്നെ അതിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, പബ്ലിക് റിലേഷൻസ് ഉണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം ഒരു ഫാമിലി ആയിട്ടാണ് പറയുന്നത്. അല്പം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യാം. പബ്ലിക് റിലേഷൻ അവസരം നല്ല ജേർണലിസ്റ്റ് കൂടെ ആയിരിക്കണം, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ജേർണലിസ്റ്റ് ആകണമെങ്കിൽ പല കഴിവുകളും പല താല്പര്യങ്ങളും ഉണ്ടായിരിക്കും. ഒന്ന്, ഏറ്റവും പുതിയ വാർത്തകൾ അറിയാനൊരു താല്പര്യം ഉണ്ടായിരിക്കണം. ഓരോ രംഗത്തും, കൃഷി രംഗത്ത്, വ്യവസായത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, ടെററിസത്തിൻ്റെ, സ്പോർട്സിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കണ്ണ് പൊക്കോണ്ടിരിക്കണം. ഏറ്റവും നല്ലോണം അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. പിന്നെ വാർത്തകൾ അറിയാൻ, മണത്തറിയാൻ, നോസ് ഫോർ ദ ന്യൂസ് എന്ന് പറയും. നമ്മൾ റിപ്പോർട്ടിങ്ങിന് വരുമ്പോൾ നിഷ്പക്ഷത ഏറ്റവും പ്രധാനമാണ്. നിഷ്പക്ഷത വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരോ പറയും വാൾമുനിയിലുള്ള തപസ്സാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ 2 വണ്ടി കൂട്ടിമുട്ടി നമ്മളവിടെ ചെന്ന് അരമണിക്കൂർ ചെന്നാൽ 10 പേര് 10 തരത്തിലായിരിക്കും പറയുന്നത്. ആ സത്യം കണ്ടെടുത്താൻ, ആ ശരിയായ അന്വേഷണത്തോടു കൂടി സത്യം കണ്ടെടുത്ത് വായനക്കാർക്കോ അല്ലെങ്കിൽ പ്രേക്ഷകർക്കോ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ നല്ല സമർപ്പണ ബുദ്ധി വേണം. മറ്റൊന്ന്, നല്ല ഭാഷാ സ്വാധീനത വേണം. ജേർണലിസ്റ്റ് ആകണമെങ്കിൽ അത് കഴിയുന്നതും ചുരുങ്ങിയ വാക്കുകളിൽ, കഴിയുന്നതും കൂടുതൽ ആശയങ്ങൾ മനോഹരമായി പ്രകടിപ്പിക്കണം. സാധാരണ കാര്യങ്ങൾ അസാധാരണ രീതിയിൽ പറയുക എന്നുള്ളതാണ് ജേർണലിസ്റ്റിൻ്റെ പങ്ക്. എങ്കിലേ അവർ ആകർഷിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ വലിയ കിടമത്സരമായ രംഗമാണ് നോക്കണം. പത്രങ്ങൾ തമ്മിലായാലും ചാനലുകൾ തമ്മിൽ ഒരുപാട് മത്സരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കണം. ഇപ്പോൾ ടെലിവിഷനാണ് TRP നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ടെലിവിഷൻ റേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അതുപോലെ പത്രത്തിന് സർക്കുലേഷനാണ്. അതൊക്കെ പിടിച്ചു നിൽക്കാൻ രീതിയിൽ വേണം. നമ്മുടെ സ്ഥാപനത്തിനോട് ഒരുപാട് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുകയും വേണം. മറ്റൊന്ന്, ഇപ്പോൾ ഇന്ന് ഒരു നിയമകാര്യ ലേഖകനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ നാളെ ഒരു പക്ഷേ ഒരു ക്രിക്കറ്റ് മാച്ച് റിപ്പോർട്ട് ചെയ്യാൻ വിട്ടുന്നിരിക്കാം. പെട്ടെന്ന് കയറി ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിയമകാര്യ ലേഖനായിരിക്കുമ്പോഴും ക്രിക്കറ്റിൻ്റെ വാർത്ത കൂടെ നോക്കിക്കൊണ്ടിരിക്കണം. എല്ലാ തരത്തിലുള്ള വാർത്തകളും നമ്മൾ നോക്കണം. പിന്നെ ദിനപത്രത്തിൻ്റെ വിശേഷം, നമ്മൾ വാർത്തകൾ മാത്രമല്ലല്ലോ അതിൽ വരുന്നത്. അതിൽ ചരമക്കുറിപ്പുണ്ട്, ഈ പറഞ്ഞ ക്രിക്കറ്റ് കളിയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഓഹരി വേണ്ടൊരു കാര്യമുണ്ട്, അതിൽ ഫീച്ചറുകളുണ്ട്, സിനിമയുടെ ഫീച്ചറുണ്ട്, സമ്പദ് രംഗത്തെ വിദഗ്ധരുടെ വിശകലനങ്ങളുണ്ട്, വിദ്യാഭ്യാസത്തിന് സംബന്ധിച്ച ലേഖനങ്ങളുണ്ട്. അങ്ങനെ പല പല ലേഖനങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ സമഗ്രമായി കിട്ടുന്ന ഒറ്റ ഒരു സ്ഥലമാണ് ദിനപത്രം. അതാണ് അതിൽ പ്രവർത്തിക്കാനുള്ള പ്രത്യേക കാര്യമുള്ളതാണ്. പിന്നെ ഈ ന്യൂസ് വേഴ്സസ് വ്യൂസ് എന്ന് പറയുന്നത് അഭിപ്രായം അതിൽ ചേർക്കാതിരിക്കണം. അപ്പോൾ അവിടെയാണ് വരുന്നത്. പലപ്പോഴും ഒരു മാനേജ്മെൻറ്റ് പോളിസി ഉണ്ടായിരിക്കാം, അത് ചേർത്ത് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ ലേഖകൻ്റെ എല്ലാ വ്യൂസും അതിൽ ചേർക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ ദിനപത്രം മാത്രമല്ല, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുണ്ട്, വാരികകളുണ്ട്, മാസികകളുണ്ട്, പ്രൊഫഷണൽ ജേർണൽസ് ഉണ്ട്. ഇപ്പോൾ മെഡിക്കൽ ജേർണലുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ജേർണലുണ്ട്, അല്ലെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ ജേർണലുണ്ട്. അങ്ങനെ പല ജേർണലുകളുണ്ട്. ഹോം ജേർണലുകളുണ്ട്. പിന്നെ സ്പോർട്സിന് സ്പെഷ്യലൈസ് ചെയ്യുന്നതുണ്ട്, സമ്പത്തിനെ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ ധാരാളം സാധ്യതകളുണ്ട് ഈ ചാനൽ 2 കൂടാതെ. അപ്പോൾ നമ്മൾ പ്രിന്റ് ജേർണലിസം, ഇലക്ട്രോണിക് ജേർണലിസ്റ്റ് പറയും. ഇലക്ട്രോണിക് റേഡിയോ ഉണ്ട്, റേഡിയോ താരതമ്യേന കുറവാണ്. റേഡിയോയിൽ FM അതൊക്കെ കൂടുതലുണ്ട്. അത് കയറിയ അതിനകത്തിരുന്ന് FM വരിട്ട് റേഡിയോ ചോക്കി മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അത്ര ഗൗരവം പറയുന്നില്ല. പക്ഷേ ദിനപത്രത്തിൽ ധാരാളം സാധ്യതകൾ, ചാനൽ ധാരാളം സാധ്യതകളുണ്ട്. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട്. പത്രങ്ങളിൽ എപ്പോഴും നമ്മളെല്ലാവരുമായിട്ടും നല്ല ബന്ധം സ്ഥാപിച്ചിരിക്കണം. ഒരു ജേർണലിസ്റ്റിന് വേണ്ട 3 ഗുണങ്ങളെന്ന് പറയും. ഒന്നുള്ളത് ഒരു കാര്യം, നല്ല ഭാഷ. 2, ക്ലോക്കിൻ്റെയും കലണ്ടറിൻ്റെയും അടിമയാകാതിരിക്കുക. 5 മണിക്ക് വീട്ടിൽ പോകണം, ജേർണലിസ്റ്റ് ആകാൻ പറ്റില്ല. ഡെയിലി പേപ്പറിൽ ജോലി തുടങ്ങുന്നത് 6 മണിക്കായിരിക്കും രാത്രികളിൽ. പിന്നെ മറ്റൊന്ന്, ആരെയും നേരിടാനും സംസാരിക്കാനും കഴിവ് വേണം.
നമ്മളൊരു TV ചാനലിൽ കാണുമല്ലോ, 22 വയസ്സായ ഒരു പെൺകുട്ടി ഇരുന്ന് ഒരു മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനോടോ അല്ലെങ്കിൽ വലിയ കമ്പനി മാനേജിംഗ് ഡയറക്ടറോടോ ഒക്കെ ചോദിക്കുകയാണ്. അവരെന്നേക്കാളും പ്രായം കൂടിയവരാണ്, വലിയ ആളുകളാണ്, അത് താന്നു നിൽക്കാൻ ചോദിക്കാൻ പറ്റില്ല. ഒരു ക്രിമിനൽ വക്കീലിനോട് ചോദ്യങ്ങൾ ചോദിച്ച് അവർ പറയുന്നതിന് സത്യാവസ്ഥ വരുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചങ്കൂറ്റം ഈ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അത് ആരെയും ഫേസ് ചെയ്യാനേ, ഗവർണറെയും കാണണം, ശിവായിയും കാണണം, ആരെ കാണാനുമുള്ള ഒരു വേണം. അപ്പോൾ 3 കാര്യങ്ങൾ, ഭാഷയുടെ കാര്യം പറഞ്ഞു, സമയത്തിൻ്റെ കാര്യം പറഞ്ഞു, ആ ഒരു ചങ്കൂറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇതെല്ലാം ഉണ്ടെങ്കിലേ ഉള്ളൂ. നിഷ്പക്ഷമായ സമീപനവും ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും വേണം. അപ്പോൾ പിന്നെ വേറെ ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എഡിറ്റോറിയൽ ചോദിക്കുന്നു, അത് നല്ല ഭാഷ എഴുതുന്നു. പേപ്പറിൻ്റെ ലേ ഔട്ട് ഉണ്ട്, എങ്ങനെയാണ് നല്ല ലേ ഔട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് രീതിയിൽ വന്നപ്പോഴത്തേക്കും ഇലക്ട്രോണിക് രീതിയിൽ പത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ IT അറിഞ്ഞിരിക്കണം. ഓരോ കാര്യങ്ങൾ പ്രത്യേക മേഖലകളിലെ പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പത്രത്തിലെ എല്ലാം ഒരു ജോലിയല്ല, ഇതിൽ ഓരോന്നും സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പോൾ ഇലക്ട്രോണിക് മേഖലയിലുള്ള ഇലക്ട്രോണിക് ജേർണലിസമാണ്, അതിന് പ്രത്യേകം നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വേണം. ഇനി എവിടെ പഠിക്കാമെന്ന് ചോദിച്ചു. പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ന്യൂഡൽഹിയാണ്. അതിനിപ്പോൾ കോട്ടയത്തും ഒരു ശാഖയുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റ് ശാഖകൾ, ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങൾ, ഇപ്പോൾ മാസ്കോം എന്ന് പറഞ്ഞ് ഇപ്പോൾ കോട്ടയത്ത് മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോട്ടയത്തുണ്ട്. ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം എന്ന് പറഞ്ഞ് ചെന്നൈയിലുണ്ട്. പിന്നെ MICA മൈക്ക എന്നൊരു സ്ഥാപനമുണ്ട്. മൈക്ക മുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഹമ്മദാബാദ്. അത് വെറും ജേർണലിസം അല്ല, അത് ബിസിനസ്സും ഇൻഡസ്ട്രിയും ഒക്കെ ആയിട്ട് ബന്ധമുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള വലിയ ഉയർന്ന സാധ്യതയുള്ള എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഈ മൈക്ക എന്ന് പറയുന്നത്. പിന്നെ പരമ്പരാഗതമായി MCJ പ്രോഗ്രാമുണ്ട്, മാസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം എന്ന് പറഞ്ഞാൽ സർവകലാശാലകളിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് 2 വർഷം കൊണ്ട് നേടാവുന്ന പരമ്പരാഗതമായ യോഗ്യത MCJ ആണ്. MCJ ഇപ്പോൾ ഇവിടുത്തെ തന്നെ കേരള സർവകലാശാലയുണ്ട്, ഗാന്ധി സർവകലാശാല കോട്ടയത്തുണ്ട്, കാലിക്കറ്റിലുണ്ട്, മറ്റ് ധാരാളം സർവകലാശാലകളുണ്ട്, കണ്ണൂരിലുണ്ട്, കോഴിക്കോടുണ്ട്. പിന്നെ കേരള മീഡിയ അക്കാഡമി എന്നുണ്ട്. നമ്മുടെ പഴയ പ്രസ് അക്കാഡമിയുടെ ഇപ്പോഴത്തെ പേര്, കൊച്ചിയിലുള്ള കാക്കനാടുള്ള സ്ഥാപനത്തിൻ്റെ പേര് ഇപ്പോൾ കേരള മീഡിയ അക്കാഡമിയാണ്. പിന്നെ ഭവാൻസ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, അവർ തിരുവനന്തപുരത്തും തൃശ്ശൂരുണ്ട്, മാത്രമേ ഇന്ത്യയിലെ മുഖ്യ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അവർ പലപ്പോഴും ഈവനിങ് ക്ലാസ്, മോർണിംഗ് ക്ലാസ്, അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഏതാണ് വേണ്ടത്, ഏതിലാണ് വേണ്ടതെന്ന് നോക്കും. ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ പത്രത്തിൽ കയറിയ ഏതിലാണ് നമുക്ക് താല്പര്യം കൂടെ നമ്മൾ നോക്കണം. ആ നോക്കിയിട്ട് അതിനിണങ്ങിയ രീതിയിലുള്ള ശേഷികളാണ് നമുക്ക് വേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പോൾ ഫ്രീലാൻസറായിട്ട് ചെയ്യാം, പത്രങ്ങളിൽ കിട്ടാം. ഈ പത്രങ്ങളിൽ ജോലി കിട്ടണമെന്ന് തീർച്ചയായിട്ടും ജേർണലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ച് കിട്ടും. ഒരു പത്രത്തിൽ കയറണമെങ്കിൽ അതിന് പല പരീക്ഷകളുണ്ട്, എഴുത്ത് പരീക്ഷയുണ്ട്, അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ നോക്കുന്ന പ്രധാനമായിട്ട് മലയാള പത്രത്തിൽ മലയാള ഭാഷ നല്ലോണം കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ നോക്കിയിരിക്കും. തീർച്ചയായിട്ടും നല്ല പൊതുവിജ്ഞാനമുണ്ടെന്ന് നോക്കിയിരിക്കും, നല്ല വിശകലനശീലമുണ്ടോ എന്ന് നോക്കിയിരിക്കും. നമ്മുടെ പല ആളുകൾക്കും ഇല്ലാത്തത് നമ്മൾ കേട്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, കേട്ട കാര്യം ആവർത്തിക്കുക. നമ്മൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഈ തലച്ചോറാകുന്ന മൂശയിൽ വെച്ച് അസംസ്കൃത വസ്തുവായ വാർത്തകളെ ഒന്ന് പാകപ്പെടുത്തി അവയിൽ നമ്മുടെ അഭിപ്രായങ്ങളും ബോധ്യങ്ങളുമായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള സന്നദ്ധത ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ സ്വന്തം അഭിപ്രായം വരികയുള്ളൂ. അല്ല ഒരു പത്രത്തിൽ വായിച്ചു, ഈ പത്രത്തിൽ വായിച്ചു, അത് തന്നെ ആവർത്തിക്കുന്നത് അതല്ല പത്രപ്രവർത്തനം. പലതും വിവരങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ വെച്ച് പാകപ്പെടുത്തി അതിനെ നമ്മൾ പരിഷ്കരിച്ച് നമ്മുടേതായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ശേഷി ഉണ്ടായിരിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ ചിലപ്പോൾ പത്രങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റോറികൾ വരാറുണ്ട്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എന്ന് പറയും. ഇപ്പോൾ ഒരു 5 വയസ്സായ കുട്ടിയെ നമ്മൾ തീവണ്ടി വെച്ച് കളഞ്ഞു പോകും, നഷ്ടപ്പെടുന്നു. 20 വർഷം കഴിഞ്ഞ് ആ കുട്ടി അച്ഛനമ്മമാർ തിരിച്ചറിഞ്ഞ് വീട്ടിൽ വരുന്ന ഒരു അതിമനോഹരമായ ഒരു രംഗമുണ്ട്. ആ രംഗം ചിത്രീകരിക്കാൻ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി, അത് ചുരുക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. അപ്പോൾ ഒരു പത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, സിനിമ ഉണ്ടായി, ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരൊറ്റ പാക്കേജായിട്ടാണ് വരുന്നത്. നിരന്തരമായ അധ്വാനത്തിന് സന്നദ്ധത ഉണ്ടായിരിക്കും. ഞാൻ 3 ഗുണം പറഞ്ഞു, 4ാമത് നിരന്തരമായ അധ്വാനമുണ്ട്. ക്ഷമിച്ച് തന്നെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൽ മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ. തീർച്ചയായും ഇത് വളരെ വളരെ ആകർഷകമായ ഒരു മേഖലയാണ്. എന്ന് മാത്രമല്ല, ഇനിയുള്ള കാലത്ത് മാധ്യമത്തിൻ്റെ പ്രാധാന്യം വളരെ കൂടി. പത്രങ്ങളുടെ സർക്കുലേഷൻ കേരളത്തിൽ നോക്കി വളരെ വളരെ സർക്കുലേഷൻ എന്നും കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചാനലിൽ നോക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാനലുകളായാലും പത്രങ്ങളായാലും, അതായത് പ്രിൻ്റ്, ഇലക്ട്രോണിക് ജേർണലിസം രണ്ടിലും അനന്ത സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷേ കൊച്ചിലെ തന്നെ നമ്മൾ അതിൻ്റെ ഭാഷ വേണം, പൊതുവിജ്ഞാനം വേണം, നല്ല ജിജ്ഞാസ വേണം, വിശകലനശീലം വേണം, നല്ല പെരുമാറ്റവും വേണം.
എല്ലാവരോടും പെരുമാറുന്നത് നല്ലോണം ഉണ്ടെങ്കിൽ ഇന്നൊരു രഹസ്യം ഒരാൾ തന്നു, അവരെ നാളെ വിവരം തരണമെങ്കിൽ അവരോട് നല്ലോണം പെരുമാറണം, നല്ല രീതിയിൽ പെരുമാറണം. ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളാണ് ഏറ്റവും പ്രധാന വ്യക്തി എന്ന രീതിയിൽ സംസാരിച്ച് അവരുടെ നമ്മുടെ ആനുകൂല്യം സമ്പാദിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. നല്ലൊരു മേഖലയാണ് ജേർണലിസം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൊച്ചിലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് സാധ്യതയുണ്ട്. ജേർണലിസം നല്ലൊരു കരിയറാണ്. മാധ്യമരംഗത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കുട്ടികൾക്ക് സംശയങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സാർ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അയൽക്കാരൻ കുട്ടിക്ക് പത്രപ്രവർത്തകനാകാൻ വളരെ ആഗ്രഹമാണ്. അതിനുവേണ്ടി ഇപ്പോഴേ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ അവൻ എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ബിരുദം കഴിഞ്ഞതിന് ശേഷം ജേർണലിസം പഠിച്ചാൽ മതിയോ? അല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇന്നതാകണമെന്ന് ആഗ്രഹിച്ച് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ആ കുട്ടി ദിവസവും 2 പത്രം വായിക്കുക, ഒരു ഇംഗ്ലീഷ് പത്രം വായിച്ചോട്ടെ. പിന്നെ വാർത്തകളുടെ ശ്രദ്ധ ചെലുത്തണം. പിന്നെ അല്പമൊക്കെ അത് വിശകലനം ചെയ്ത് നോക്കുകയും ചെയ്യാം. പിന്നെ അല്പമൊക്കെ എഴുതി നോക്കാം. പിന്നെ പ്രധാനപ്പെട്ട 2 വാർത്തകൾ ദിവസവും ഡയറിയിൽ നിന്ന് കുറിച്ച് വയ്ക്കുക ശീലമുണ്ടെങ്കിൽ വാർത്തകൾ എങ്ങനെയാണ് വളർന്ന് മാറി മാറി വരുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുണ്ടാകും. പുതിയ വരുന്ന വാർത്തകളെ പറ്റി അറിയാനൊരു ആഗ്രഹമുണ്ട്, ജിജ്ഞാസയുണ്ടാകും. അതൊരു സൗകര്യമാണ്. അത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഭാഷ നന്നാക്കാനും നല്ല പൊതുവിജ്ഞാനം ഉണ്ടാക്കാനും ശ്രമിക്കുകയും വേണം. സർ, ന്യൂസ് ചാനലിൽ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നിത്യവും ന്യൂസ് വായിക്കുന്നതിനോട് താല്പര്യമില്ല. മറ്റെന്തെല്ലാം ജോലികളാണ് ഈ ന്യൂസ് ചാനലിലുള്ളത്? അത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ഹീറോയെ കാണുന്നു, ആ ഹീറോ അങ്ങനെ അയാളെ കാണണമെങ്കിൽ അല്ലെ ഹീറോയിനെ കാണണമെങ്കിൽ എത്രയോ പേര് താഴെ ജോലി ചെയ്യണം. ഒരു ന്യൂസ് റീഡർ വായിക്കുമ്പോൾ അതിൻ്റെ പുറകെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഏറ്റവും പുതിയൊരു വാർത്ത അതിൻ്റെ വിദഗ്ധരുടെ അഭിപ്രായത്തോടൊപ്പം അതിമനോഹരമായ ഭാഷയിൽ നല്ല വിഷ്വൽസ് ചെയ്ത് എത്രയോ പേര് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ധാരാളം ഞാനിപ്പോൾ റിപ്പോർട്ടറുണ്ട്, എഡിറ്ററുണ്ട്, കറസ്പോണ്ടൻ്റ് ഉണ്ട്, ലൈബ്രറിയനുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്, അതുപോലെ വരുമ്പോഴത്തേക്കും ആനിമേറ്ററുണ്ട്, സൗണ്ട് എഡിറ്ററുണ്ട്, വീഡിയോഗ്രാഫറുണ്ട്, പ്രസൻറ്ററുണ്ട്, ആങ്കറുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ഫ്ലോർ മാനേജറുണ്ട്, ടെക്നിക്കൽ ഡയറക്ടറുണ്ട്. അങ്ങനെ എത്രയോ സാധനമുണ്ട്. പിന്നെ പലപ്പോഴും പല ചാനലിൽ ഈ പറഞ്ഞ ജോലികളൊക്കെ 2 ജോലിയോ 3 ജോലിയോ ഒരുമിച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ചില ചാനലിലെ പേരുകൾ വേറെ ആയിരിക്കാം. പക്ഷേ ഈ ന്യൂസ് റീഡർ അല്ലാതെ പലതുമുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഹീറോയിന് സിനിമ അഭിനയിച്ചോ 2 ചേർന്നാണെന്ന് വിചാരിക്കുക. അതിൻ്റെ പുറകിൽ 100 പേരോ 200 പേരോ ഉണ്ടായിരിക്കാം. അതുപോലെ ധാരാളം സാധ്യതകൾ ഈ ന്യൂസ് ചാനലിലും ഉണ്ട്, മറ്റ് ചാനലിലും ഉണ്ട്. ധാരാളം സാധ്യതയുള്ളൊരു മേഖലയാണ്. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഈ മാധ്യമ രംഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. കരിയർ ഗുരുവിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ കരിയർ ഗുരു, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഈ എപ്പിസോഡ് വീണ്ടും കാണുന്നതിനായി ലോഗിൻ ചെയ്യാം manoromanews.com.